നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയറെ ബെൻഫിക്കയുടെ അർജന്റീനക്കാരൻ താരം ജിയൻലൂക്ക പ്രസ്റ്റിയാനി വംശീയമായി അധിക്ഷേപിച്ചത് ലോകമെമ്പാടുമുള്ള പ്രമുഖ ക്ലബ്ബുകളുടെ കോച്ചുമാർ വലിയ രൂപത്തിൽ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടു. ഹോസെ മൊറീഞ്ഞോ വിഷയം ഹാൻഡിൽ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കേട്ടു. ഇങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിൽ വിനിയുടെ കുട്ടിക്കാല ക്ലബ്ബ് കൂടിയായ ഫ്ലമിംഗോയുടെ ഇപ്പോഴത്തെ കോച്ച് ഫിലിപ്പെ ലൂയിസ്, അദ്ദേഹം മുൻ ബ്രസീലിയൻ താരം കൂടിയാണ്. അദ്ദേഹം അർജന്റീനയിൽ പോയി നടത്തിയൊരു പ്രസ്താവന വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. അതായത് റീകോപ്പ സുഡാമേരിക്കാന മത്സരം കളിക്കാൻ വേണ്ടി അർജന്റീനയിലേക്ക് പോയ ഫ്ലെമിംഗോ ടീമിൻ്റെ കോച്ച് കളിക്ക് ശേഷം നടത്തിയ പ്രസ്താവന. അതിൽ അദ്ദേഹത്തോട് വിനീഷ്യസിൻ്റെ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അബൌട്ട് വിനീഷ്യസ്, എനിക്ക് പറയാനുള്ളത് അർജന്റീനക്കാരെപ്പോഴും എന്നെ നല്ല രൂപത്തിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അർജന്റീനയെ ഇഷ്ടപ്പെടുന്നു. ഞാനിവിടെ വളരെ ഹാപ്പിയാണ്. എനിക്ക് നല്ല വാക്കുകൾ മാത്രമേ അർജന്റീനയെക്കുറിച്ചും അർജന്റീനക്കാരെക്കുറിച്ചും പറയാനുള്ളൂ. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ രാജ്യത്തെക്കുറിച്ച് ഉള്ള എൻ്റെ ചിന്തയെ മാറ്റാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അത് വലിയ രൂപത്തിൽ ബ്രസീലിൽ വിവാദമായിട്ട് മാറി. അപ്പം ഒരു വലിയ പ്രസ്താവനയുമായി വന്നിരിക്കുകയാണിപ്പോൾ ഫിലിപ്പെ ലൂയിസ്. തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രസ്താവനയാണ്. അതിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം പറയുന്നു, ഇന്നലത്തെ ലാനൂസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം കോൺമെബോൾ ഓർഗനൈസ് ചെയ്ത ആ ഒരു പ്രസ് കോൺഫറൻസിൽ, അത് കളി കഴിഞ്ഞ ഉടനെ നടത്തിയ പ്രസ് കോൺഫറൻസ് ആയിരുന്നു. ഒരു അർജന്റീനക്കാരൻ റിപ്പോർട്ടർ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ എന്നോടുണ്ടായിരുന്ന ചോദ്യം എങ്ങനെയായിരുന്നു, മറ്റൊരു റേസിസം എപ്പിസോഡ് കൂടി വിനി ജൂനിയർക്കെതിരെ സംഭവിച്ചിരിക്കുകയാണല്ലോ, എങ്ങനെയാണ് ഫ്ലെമിംഗോയെ ഈ രാജ്യത്ത് റിസീവ് ചെയ്തത്, എന്താ നിങ്ങളുടെ അനുഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. അപ്പോൾ ആ റെസ്പോൺസിലുടനീളം ഒരിക്കലും ഞാൻ മറ്റൊരു വിഷയവും അതിലുദ്ദേശിച്ചിട്ടില്ല. എൻ്റെ അർജന്റീനയിൽ നിന്നുണ്ടായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ് പറഞ്ഞത്. അറ്റ് നോ പോയിൻ്റ് ഞാൻ റേസിസം ആക്ടിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അത് വളരെ സെൻസിറ്റിവിറ്റി ഉള്ളൊരു ടോപ്പിക്കാണ്. സ്വാഭാവികമായിട്ടും അത് വ്യത്യസ്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വിശകലനങ്ങൾക്കും വഴിവെക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക്കലി ഞാൻ എൻ്റെ പൊസിഷൻ എന്താണ് എന്ന് വീണ്ടും പറയുകയാണ്. അതല്ല ഇപ്പോഴും നോൺ നെഗോഷ്യബിൾ ആണ്. ബ്രസീലിൽ റേസിസം ഒരു കുറ്റകരമായ കാര്യമാണ്. ലോകത്തെല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, പണിഷ് ചെയ്യപ്പെടേണ്ട ഒരു ബിഹേവിയർ തന്നെയാണ്. ഫുട്ബോള് എല്ലായ്പ്പോഴും ഡൈവേഴ്സിറ്റിക്കും ഇൻ്റഗ്രേഷനും ഒക്കെ സ്പേസ് ഉള്ള ഇടമാണ്. ഡിസ്ക്രിമിനേഷൻ ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും ഊന്നിപ്പറയുകയാണ്, മത്സരത്തിന് മുമ്പ് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കൃത്യമായിട്ട് ഈ വിഷയത്തിലുള്ള എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ആ പ്ലെയറുടെ ആറ്റിറ്റ്യൂഡ്, അയാൾ മുഖപ്പൊത്തി പറഞ്ഞിട്ടുള്ള റേസിസ്റ്റ് ആക്ട്, അത് തീർച്ചയായിട്ടും ഭീരുത്വമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരിക്കലും ഞാൻ വിക്ടിമിൻ്റെ വാക്കുകളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ്. അവസാനമായിട്ട് ഞാൻ വീണ്ടും ഊന്നി പറയുന്ന കാര്യം, എൻ്റെ ഫുൾ സപ്പോർട്ട് വിനി ജൂനിയർക്ക് ഇത്തരത്തിലുള്ളൊരു റിഗ്രറ്റബിൾ ആയിട്ടുള്ള എപ്പിസോഡ്, റേസിസം എപ്പിസോഡ് വീണ്ടും ഈ സ്പോട്ടിൽ ഉയർന്നു വന്നതിൽ ഞാൻ വിനിക്ക് എൻ്റെ സപ്പോർട്ട് നൽകുകയാണ്. അതൊരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് വീണ്ടും ഇവിടെ ആവർത്തിക്കുകയും അൺപണിഷ്ഡായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് ഫിലിപ്പെ ലൂയിസ് വിശദമായിട്ട് തന്നെ പ്രസ് റിലീസ് നടത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ വിഷയം ഇങ്ങനെയൊന്നും അവസാനിക്കും തോന്നുന്നില്ല. യുഎഫയുടെ ഫൈനൽ സ്റ്റാൻഡ് എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.